Hello everyone. ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് പാർട്ട് 2. റൂൾ നമ്പർ 13. സെന്റൻസിൽ സഹായ ക്രിയ ഇല്ലെങ്കിൽ മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു ഡസ് ഡിഡ് കണ്ടുപിടിക്കുക. ഹി ഈറ്റ്സ് എ മാംഗോ. ഈറ്റ്സ്. വേർബിൽ എസ് ഉണ്ടെങ്കിൽ ഡസ്. ആൻസർ ഡസിൻഡ് ഹി. ഹി ഈറ്റ്സ് എ മാംഗോ. ഡസിൻഡ് ഹി. ഐ ഈറ്റ് എ മാംഗോ. ഈറ്റ്. വി എയ്റ്റ് എ മാംഗോ. എയ്റ്റ്. വേർബിൽ എസ് ഇല്ലെങ്കിൽ ing ചേർക്കുക. ശരിയാണെങ്കിൽ ഡു, തെറ്റാണെങ്കിൽ ഡിഡ്. ഈറ്റിംഗ് ശരി, ഡോണ്ട് ഐ. എയ്റ്റിംഗ് തെറ്റ്, ഇപ്പൊ ഡിഡിൻഡ് ഐ. ഓക്കെ, വേർബിൽ എസ് ഇല്ലെങ്കിൽ ing ചേർക്കുക. ശരിയാണെങ്കിൽ ഡു, തെറ്റാണെങ്കിൽ ഡിഡ്. ഓക്കെ. രാജു പ്ലേസ് ഫുട്ബോൾ. ഡസ് ഹി. ഡസ് ഹി എന്നാണ് വരിക. സോറി, ഡസിൻഡ് ഹി എന്നാണ് വരിക. ഡസിൻഡ് ഹി. ആനി അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ആനി അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ഇവിടെ വേർബിൽ എസ് ഇല്ലെങ്കിൽ ing ചേർക്കുക. ശരിയാണെങ്കിൽ ഡു, തെറ്റാണെങ്കിൽ ഡിഡ്. അപ്പോ ആൻഡ് അറ്റൻഡ് എന്നുള്ളത് അറ്റൻഡിങ് ശരിയാണ്. അപ്പോ ഡോണ്ട് ഷീ എന്നാണ് വരിക. ബേർഡ്സ് ഫ്ലൈ. ഫ്ലൈ. ഫ്ലൈയിങ് ശരിയാണ്. അപ്പോ ഡോണ്ട് ദേ എന്നാ വരിക. ഹി ഹാർഡ്ലി വിസിറ്റ്സ് അസ്. ഇവിടെ എസ് ഉണ്ട്. അപ്പോ ഡസിൻഡ് ഹി എന്നാ വരിക. ഡസിൻഡ് ഹി. ഓക്കെ. അടുത്തത് റൂൾ നമ്പർ 14. പീപ്പിൾ, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, എവ്രിവൺ, എവ്രിവേർ, നോ വൺ, നോബഡി, നണ്ണ്. ഇവയാണ് സെന്റൻസിന്റെ സബ്ജക്റ്റ് എങ്കിൽ ടാഗിന്റെ സബ്ജക്റ്റ് ദേ എന്നായിരിക്കും. പീപ്പിൾ, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, എവ്രിവൺ, എവ്രിബഡി, നോ വൺ, നോബഡി, നണ്ണ്. ഇവയാണ് സെന്റൻസിന്റെ സബ്ജക്റ്റ് എങ്കിൽ ടാഗിന്റെ സബ്ജക്റ്റ് ദേ എന്നായിരിക്കും. എക്സാമ്പിൾ, someone hadn't they. People speak English, don't they. ഇതിൽ പീപ്പിൾ ഒഴിച്ചുള്ള സബ്ജക്റ്റുകൾ സിംഗുലർ ആയതുകൊണ്ട് അവയോടൊപ്പം വരുന്ന ഈസ്, വാസ്, ഹാസ്, ഡസ് എന്നിവ യഥാക്രമം ആർ, വേർ, ഹാവ്, ഡു എന്ന് മാറ്റി ദേയോടൊപ്പം ഉപയോഗിക്കണം. കാരണം ദേ പ്ലൂറൽ ആണ്. മറ്റേത് ഓക്സിലറി വെർബ് വന്നാലും അത് തന്നെ ഉപയോഗിക്കാം. എക്സാമ്പിൾ, എവ്രി വൺ ഹാസ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ഹാവിൻഡ് ദേ. Nobody is present. Are they? Someone was coming. Weren't they? Nobody comes. Do they? Okay. No one, nobody, none ഇവ നെഗറ്റീവ് ആണ്. റൂൾ 15. ഹാവ്, ഹാഡ് എന്നിവ ആഹാരം കഴിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ ഹാവിന് പകരം ഡൂവും ഹാഡിന് പകരം ഡിഡും എഴുതണം. എക്സാമ്പിൾ, ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഡോണ്ട് ഐ. സീത ഹാഡ് ലഞ്ച്. ഡിഡിൻ ഷീ. എന്നാൽ മറ്റേത് കേസിലും ഹാസ്, ഹാവ്, ഹാഡ് തന്നെ ഉപയോഗിക്കാം. ഷീ ഹാസ് എ പെറ്റ്. ഹാസിൻഡ് ഷീ. ഐ ഹാവ് എ ലാപ്ടോപ്പ്. ഹാവിൻഡ് ഐ. റൂൾ നമ്പർ 16. ഇംപറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് വിൽ യു എന്നായിരിക്കും. ഓപ്പൺ ദി ഡോർ. വിൽ യു. ഇംപറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് വിൽ യു എന്നായിരിക്കും. എക്സാമ്പിൾ, ഓപ്പൺ ദി ഡോർ. വിൽ യു. സെന്റൻസിൽ എമർജൻസി, അത്യാവശ്യം ഉണ്ടെങ്കിൽ വോണ്ട് യു എന്നായിരിക്കും. സെന്റൻസിൽ എമർജൻസി, അത്യാവശ്യം ഉണ്ടെങ്കിൽ വോണ്ട് യു എന്നായിരിക്കും. എക്സാമ്പിൾ, പീപ്പിൾ ഹെൽപ്പ്. പ്ലീസ് ഹെൽപ്പ് മീ ടു എസ്കേപ്പ്. വോണ്ട് യു. ഹാവ് വൺ മോർ കപ്പ് ഓഫ് ടീ. വോണ്ട് യു. സെന്റൻസിൽ ഇംപേഷ്യൻസ് ഉണ്ടെങ്കിൽ കാണ്ട് യു എന്നായിരിക്കും. എക്സാമ്പിൾ, ഷട്ട് അപ്പ്. കാണ്ട് യു. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. കാണ്ട് യു. ക്ലോസ് ദി ഡോർ. ഇംപറേറ്റീവ് ആണ്. അപ്പൊ വിൽ യു. കം ഹിയർ അറ്റ് വൺസ്. വിൽ യു. കോൾ ദി ആംബുലൻസ്. വോണ്ട് യു. ഷട്ട് അപ്പ്. കാണ്ട് യു. ഗെറ്റ് ഔട്ട് യു ഫൂൾ. കാണ്ട് യു. യൂസ് യുവർ കോമൺ സെൻസ്. കാണ്ട് യു. പ്ലീസ് ലീവ് മീ അലോൺ. കാണ്ട് യു. ഓക്കെ. റൂൾ 17. നീഡ് ഓക്സിലറി വേർബ്
ആയി ഉപയോഗിക്കുമ്പോൾ നീഡ് തന്നെ എഴുതുക. ഹി നീഡ് നോട്ട് കം, നീഡ് ഹി. നീഡ് ഓക്സിലറി വേർബായി ഉപയോഗിക്കുമ്പോൾ നീഡ് തന്നെ എഴുതുക. ഹി നീഡ് നോട്ട് കം, നീഡ് ഹി. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നെഗറ്റീവ് ആയിരിക്കും, മറ്റൊരു വേർബ് കാണും. എന്നാൽ നീഡ് എന്ന ഒരു വേർബ് ഇംഗ്ലീഷിൽ ഉണ്ട്. ഓക്കെ. V1, V2, V3. V1 എന്താ? നീഡ്സ് ഓർ നീഡ്. V2 നീഡഡ്. V3 നീഡഡ്. എക്സാമ്പിൾ, ഹി നീഡ്സ് മൈ പ്രസൻസ്, ഡസൻറ്റ് ഹി. ഐ നീഡ് ഹിസ് പ്രസൻസ്, ഡോണ്ട് ഐ. ഐ നീഡഡ് ഹെർ പ്രസൻസ്, ഡിഡിന്റ് ഐ. നീഡ്സ് ഡസ്, നീഡ് ഡു, നീഡഡ് ഡിഡ്. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.